ഞാൻ ഒരുപാടൊന്നും പറഞ്ഞ് അങ്ങോട്ട് പോകുന്നില്ല. ഒരു കോഴ്സിനെ പറ്റി പറയാനാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. ആ കോഴ്സ് ഏതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും കേൾക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ പല സിനിമകളിലും കേട്ടിട്ടുള്ള, അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കോഴ്സ് തന്നെയാണ് BA or BSc Psychology. അപ്പോൾ ഇന്നത്തെ ക്യാമ്പസ് സെർച്ചിൻ്റെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് BA BSc സൈക്കോളജിനെ പറ്റിയിട്ടാണ്. അല്ലെങ്കിൽ ആ കോഴ്സ് എന്തൊക്കെയാണ് കവർ ചെയ്യുന്നത്, അതിൻ്റെ ബേസിക് ഡീറ്റെയിൽസ് എന്താണ്, അതെവിടെയൊക്കെ പഠിക്കാൻ സാധിക്കും, അങ്ങനെയുള്ള ബേസിക് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് മെൻ്റൽ പ്രോസസ്, ഇതിനെ സയൻറ്റിഫിക് രീതിയിൽ സ്റ്റഡി ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു കോഴ്സ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ആൻഡ് BA BSc സൈക്കോളജി ഒരു 3 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി പ്രോഗ്രാമാണ്. അത് മാത്രമല്ല സ്റ്റുഡൻസിൻ്റെ ഇടയിൽ ഇപ്പോൾ അത്യാവശ്യം ഡിമാൻഡുള്ള ഒരു കോഴ്സ് കൂടിയാണ് ഈ സൈക്കോളജി എന്ന് പറയുന്നത്. കോംപ്ലക്സിറ്റീസ് ഓഫ് ഹ്യൂമൻ ഇമോഷൻസ്, ബിഹേവിയർ, പേഴ്സണാലിറ്റി, സോഷ്യൽ ഇൻട്രാക്ഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലായി അറിയാൻ താല്പര്യമുള്ള ഒരാളാണ് നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ ഇതൊക്കെ അറിയാൻ ക്യൂരിയസ് ആയിട്ടുള്ള ഒരാളാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു പെർഫെക്റ്റ് ചോയ്സ് തന്നെയാണ് BA BSc സൈക്കോളജി എന്ന് പറയുന്ന കോഴ്സ്. സൈക്കോളജിയുടെ തന്നെ വേരിയസ് കോർ ഏരിയാസ് നിങ്ങൾ ഈ ഒരു കോഴ്സിലൂടെ കവർ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ സിലബസ് ആയിട്ട്. അപ്പോൾ അതിൽ ചിലതൊക്കെ ഏതെന്ന് നോക്കാം. ഡെവലപ്മെന്റൽ സൈക്കോളജി, സോഷ്യൽ സൈക്കോളജി, അബ്നോർമൽ സൈക്കോളജി, റിസർച്ച് മെത്തേഡ്, ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു കോഴ്സിലൂടെ കവർ ചെയ്യുന്നുണ്ട്. ഹ്യൂമൻ ബ്രെയിൻ, അല്ലെങ്കിൽ ഹ്യൂമൻ ഇമോഷൻസ്, ഹ്യൂമൻ ബിഹേവിയർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു സാധാ മനുഷ്യനെ കൊണ്ട് ചിന്തിച്ചെടുക്കുക അല്ലെങ്കിൽ മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളത് വളരെ പ്രയാസമേറിയ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ BSc സൈക്കോളജി പഠിക്കുന്നതിലൂടെ നിങ്ങൾ അതിനുള്ളൊരു എക്സ്പെർട്ടായിട്ട് മാറുകയാണ്, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലായിട്ട് മാറുകയാണ്. അതിനാവശ്യമായ ബേസിക് അണ്ടർസ്റ്റാൻഡിങ്, നോളജ്, സ്കിൽസ് ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് ഇവിടെ വളർത്തിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഈ ഒരു കോഴ്സ് പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് ലഭിക്കാവുന്ന ഓപ്പർച്യൂണിറ്റീസ് അത്യാവശ്യം വളരെ വലുത് തന്നെയാണ്. നിങ്ങൾക്ക് സൈക്കോളജിസ്റ്റായിട്ടും തെറാപ്പിസ്റ്റായിട്ടൊക്കെ വർക്ക് ചെയ്യാൻ സാധിക്കും. ഹോസ്പിറ്റൽസിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടും വർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് മാത്രമല്ല നിങ്ങൾക്ക് പ്രൈവറ്റ് സെക്ടറിലും ഗവൺമെൻറ് സെക്ടറിലും ഒട്ടനവധി ഓപ്ഷൻസ് അവൈലബിൾ ആണ് ഈ ഒരു കോഴ്സ് പഠിക്കുന്നതിലൂടെ. അപ്പോൾ ഞാൻ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ അത്യാവശ്യം നല്ലൊരു ഡിമാൻഡുള്ള ഒരു കോഴ്സ് തന്നെയാണ് സൈക്കോളജി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കേരളത്തിനകത്ത് അഡ്മിഷൻ കിട്ടിയില്ല എന്നും പറഞ്ഞിട്ട് ഈ ഒരു കോഴ്സ് പഠിക്കാണ്ടിരിക്കേണ്ട ആവശ്യമില്ല. കാരണം കേരളത്തിന് പുറത്തും ഒരുപാട് സ്ഥലങ്ങളിൽ ഈ ഒരു കോഴ്സ് അവൈലബിൾ ആണ്, അല്ലെങ്കിൽ കോളേജുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ കോഴ്സിനെ പറ്റി കൂടുതൽ അറിയാനും ഇതിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയറുകളെ പറ്റി അറിയാനും ഞങ്ങളുടെ കസ്റ്റമർ കെയർ നമ്പറായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊരു കോഴ്സ് ചൂസ് ചെയ്യുന്നതിന് മുമ്പ് ആ കോഴ്സിനെ പറ്റി പഠിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അറിയാൻ ശ്രമിക്കുക. എന്നിട്ട് മാത്രമേ ഒരു കോഴ്സിലേക്ക് നിങ്ങൾ പോകാൻ പാടുള്ളൂ. അപ്പോൾ ക്യാമ്പസ് സെർച്ചിൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ പുതിയ കോഴ്സുകളുമായിട്ട് നമുക്ക് ഇനിയും കാണാം.